നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബീഹാർ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, കമ്മീഷന്റെ സന്ദർശനം ഇന്നത്തോടുകൂടി പൂർത്തിയാവുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തി. പ്രഖ്യാപനം വൈകില്ല, തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വൈകില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ബൽറാം നെടുങ്ങാടി? വെരി ഗുഡ് മോർണിംഗ് റിജിത്, സ്മിത. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം ബീഹാറിൽ തുടരുകയാണ്. ഇന്ന് ആ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഘം മടങ്ങി ഡൽഹിയിൽ എത്തും. പ്രധാനമായും കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ച ആവശ്യം എന്നുള്ളത് ബീഹാറിലെ പ്രധാന ആഘോഷമായ ഛത് പൂജ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്താവൂ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം, അതായത് ചുരുങ്ങിയ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം എന്നും ആവശ്യവും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. കഴിഞ്ഞ തവണ 3 ഘട്ടമായായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയത്. എന്നാൽ ഇത്തവണ പ്രത്യേകിച്ചും ഈ നിയമസഭയുടെ കാലാവധി നവംബർ 22-ന് പൂർത്തിയാകുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ, പ്രത്യേകിച്ച് സുരക്ഷാ സേനയുടെ വിന്യാസം അടക്കമുള്ള കാര്യങ്ങളാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിലയിരുത്തുക. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടി 118ഓളം വിഭാഗങ്ങളെ ഇന്ന് വിന്യസിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരുന്നു. കേന്ദ്ര സേനാംഗങ്ങൾ, CRPF, CISF അടക്കമുള്ള സംഘങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ വിന്യസിക്കുന്നത്. ഈ വിന്യാസവും ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിലയിരുത്തും. തുടർന്നായിരിക്കും ഡൽഹിയിൽ മടങ്ങിയെത്തുക. എത്തിയ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയി തന്നെ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഈ ഛത് പൂജയ്ക്ക് ശേഷം എന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത് പരിഗണിച്ചുകൊണ്ട് തന്നെ നവംബർ ആദ്യവാരം മുതലായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ അതിന്റെ പ്രചാരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ആയി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. റിജിത്, സ്മിത. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വൈകില്ല, നാളെയോ മറ്റന്നാളോ ഒക്കെയായി തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. അടുത്ത മാസം ആദ്യവാരത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തുക, 2 ഘട്ടമായി നടത്തുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചനയിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.